രഞ്ജിത്ത്, നമുക്ക് ലോ ഓഫ് കർമ്മയെക്കുറിച്ച് ഒന്ന് പറയാം. ഞാൻ നേരത്തെ ചില വീഡിയോകളിൽ ഇത് സൂചിപ്പിച്ചിട്ടുള്ളത് തന്നെയാണ്, നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. കർമ്മ നിയമം എന്ന് പറഞ്ഞാൽ വാട്ട് യു സോ യു റീപ്പ് എന്നാണ്. നീ എന്താണോ വിതച്ചത് അത് കൊയ്യും തന്നെയാണ്. എല്ലാ റിലീജിയസ് പാരമ്പര്യങ്ങളിലും ഇത് അവരുടെ മതഗ്രന്ഥങ്ങളിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കർമ്മനിയമം തീർച്ചയായും കർമ്മനിയമം നടപ്പിലാവുന്നതാണ്. കൃത്യമായും അത് ഇൻടാക്റ്റാണ്. കർമ്മ എന്ന് പറയുന്ന ലോ ഓഫ് കർമ്മ അത് തീർച്ചയായിട്ടും സംഭവിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ആ കർമ്മയെ, നാം ചെയ്യുന്ന കർമ്മത്തെ വളരെ മികച്ചതാക്കി കൊണ്ടുവരികയാണെങ്കിലോ അത് നമുക്കറിയാം, നമ്മൾ വിതച്ച വിത്ത് അത് 100 വേനിയായിട്ട് നമുക്ക് കൊയ്യാൻ പറ്റുമെന്നല്ലേ. അപ്പോൾ നാം ചെയ്യുന്ന നന്മകളെക്കുറിച്ച് ഓർക്കുക. കർമ്മദോഷങ്ങൾ നമുക്കുണ്ടാവും. കർമ്മദോഷങ്ങൾ നമ്മൾ ചെയ്ത പല തെറ്റുകൾക്കും അതിൻ്റെ പ്രതിപ്രവർത്തനം ഉണ്ടാകും. അതിന് വളരെ എളുപ്പമായിട്ടുള്ളൊരു മാർഗം നമ്മൾ ഗോൾഡൻ നിയമങ്ങൾ പാലിക്കുക എന്നുള്ളതാണ്. മറ്റുള്ളവർക്ക് നമ്മോട് മറ്റുള്ളവർ എന്ത് ചെയ്യരുതെന്ന് നാം ആഗ്രഹിക്കുന്നുണ്ടോ അത് നമ്മൾ മറ്റുള്ളവരോട് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് കർമ്മ നിയമത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, നമുക്ക് എന്താണോ വേണ്ടത് അത് നാം മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കാൻ തയ്യാറാവുക എന്നുള്ളതാണ്. ഉദാഹരണത്തിന്, നമ്മുടെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ട്, നമുക്ക് നമ്മുടെ ആവശ്യത്തിനുള്ള പൈസയുള്ളൂ. ഒരു 1000 രൂപയുണ്ട്, നമുക്ക് അത് 1000 രൂപ കൊണ്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അതിൽ ആ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മുടെ ചുറ്റുപാട് വളരെ വിഷമിക്കുന്ന ഒരു 100 രൂപ നമുക്കതിൽ നിന്ന് വിഷമിക്കുന്ന ഒരാൾക്ക് അദ്ദേഹത്തിൻ്റെ കുഞ്ഞിന് ബുക്ക് മേടിക്കാൻ പൈസ ഇല്ല എന്ന് വിഷമിച്ച് നിൽക്കുന്നത് കാണുമ്പോൾ അതിൽ നിന്നൊരു 10 രൂപ 100 രൂപ എടുത്തിട്ട് കൊടുക്കുക, ബുക്കൊക്കെ വാങ്ങിക്കൂ. അപ്പോൾ നമുക്ക് 1000 രൂപയിൽ 900 റുപ്പീസേ ബാക്കിയുള്ളൂ. പക്ഷെ നിങ്ങൾ അവിടെ ഒരു സീഡ് ഇട്ടു. സീഡ് ഇടുന്ന അത് മനസ്സിൽ നിന്നും നിറഞ്ഞ സന്തോഷത്തോടു കൂടി വേണം അത് ദാനം ചെയ്യാൻ, അല്ലാതെ വെറുപ്പോട് കൂടിയല്ല. നമ്മൾ ഭിക്ഷക്കാരൊക്കെ വരുമ്പോൾ അവരോട് അത് കൊടുക്കാൻ അവർ നിർബന്ധിതമായി കൊടുക്കുന്നത് പോലെ നമ്മൾ ദേഷ്യത്തിൽ കൊടുക്കുക ചെയ്യുക. പക്ഷെ ഇപ്പോഴത്തെ ഭിക്ഷക്കാരെന്നൊക്കെ പറയുമ്പോൾ ഭിക്ഷാടനമൊന്നുമില്ല ഇവിടെ. ഇവരൊക്കെ സത്യമായിട്ട് തന്നെ ഭിക്ഷ എടുക്കുന്ന ആളുകളാണോ അതോ അവർ അക്യൂമുലേറ്റ് ചെയ്യാൻ ചെയ്യുന്നതാണോ എന്നുള്ളതൊക്കെ നമ്മൾ തിരിച്ചറിഞ്ഞ് വേണം നമുക്ക് കൊടുക്കാൻ. അറിഞ്ഞ് വേണം നമുക്ക് കൊടുക്കാൻ. ആർക്കാണോ ആവശ്യക്കാർ അവർക്കേ കൊടുക്കാൻ പാടുള്ളൂ. അതാണ് കർമ്മ നിയമത്തിൽ പ്രവർത്തനമാകുള്ളൂ, ഇല്ലാത്തവന് കൊടുക്കാൻ എന്നാണ്. അപ്പോൾ നമുക്കൊരു കുറച്ച് പണം നമ്മിൽ നിന്ന് കൊടുക്കാനായിട്ട് വിഷമിക്കുന്ന ഒരാൾക്ക് പണമാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ പണം തന്നെ കൊടുക്കണം. അതായത് ഏത് വിത്താണോ വിതച്ചത് അത് തന്നെ ഫലമായി നമ്മൾ കൊയ്യുന്നത് പോലെ പണം വേണ്ടവർക്ക് പണമായിട്ട് തന്നെ കൊടുക്കണം. എൻ്റെ കയ്യിൽ ഇത്രയല്ലേ പൈസ ഉള്ളൂ, എനിക്കൊരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് എന്ന് വിചാരിക്കുമ്പോൾ നമ്മുടെ കാര്യത്തിൽ മാത്രമായി ഒരു സ്വാർത്ഥമായി മാറും. നമ്മുടെ സഹജീവി ഒരാൾ അവിടെ ഒരു ചെറിയൊരു പൈസയ്ക്ക് വേണ്ടി വിഷമിക്കുന്നത് കാണുമ്പോൾ അതിൽ നിന്ന് കുറച്ച് പങ്കുവയ്ക്കാനായിട്ട് നമുക്ക് സാധിച്ചാൽ അവിടെ വലിയൊരു സീഡ് പ്രോഗ്രാം ചെയ്യപ്പെടും. അപ്പോൾ നിങ്ങളുടെ കർമ്മദോഷങ്ങളുണ്ടെങ്കിൽ, മുന്നേ ഉണ്ടായിട്ടുള്ള ചില കർമ്മദോഷങ്ങൾ പോലും നാം ദാനം ചെയ്യുന്നതിൽ കൂടെ ഒഴിവാക്കപ്പെടുമെന്നുള്ളത് തിരിച്ചറിയണം. നാം ചെയ്ത അറിയാതെ ചെയ്തു പോയതും അറിഞ്ഞു ചെയ്തതുമായിട്ടുള്ള പല ജന്മങ്ങളിലെയും അല്ലെങ്കിൽ ഈ ജന്മത്തിലെ കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ നാം ചെയ്ത അറിവില്ലാതെയോ അറിഞ്ഞോ ചെയ്ത ചില തെറ്റുകുറ്റങ്ങൾക്ക് ഈ ദാനം അപകടത്തെ ഒഴിവാക്കുന്നതാണ് പറയുക. ദാനം നമ്മളെ സമൃദ്ധിയിലേക്ക് എത്തിക്കുന്നു. അതൊരു സക്സസ് സയൻസും കൂടിയാണ് ദാനം ചെയ്യുക. കർമ്മനിയമത്തിൽ നാം അത് മറ്റുള്ളവർക്ക് ദാനം ചെയ്യുകയാണെങ്കിൽ, നമുക്കുള്ളതിൽ ഒരു ചെറിയ ശതമാനം ദാനം ചെയ്യുകയാണെങ്കിൽ നാം അത് ഒക്കെ വിത്ത് വിതയ്ക്കുന്നതിന് തുല്യമായിട്ട് തന്നെ മനസ്സിലാക്കണം. മിക്ക ആളുകൾക്കും അത് അറിയുന്നതാണ്, പക്ഷെ മറിച്ച് ചില ആളുകൾക്കൊന്നും അത് അറിയില്ല. അവരുടെ പൈസ മാത്രമായിട്ട് കാണും. മറ്റുള്ളവനെ സഹായിക്കാനായിട്ട് അത് ഉപയോഗിച്ചാൽ മാത്രമേ അവർക്ക് ഉന്നതിയിലേക്ക് വരാനായിട്ട് സാധിക്കുള്ളൂ. കർമ്മബാധ്യതകൾ തീർന്നാൽ നിങ്ങൾ പുരോഗതിയിലേക്ക് എത്തുമെന്നുള്ള കാര്യത്തിൽ കർമ്മബാധ്യതകൾ എന്ന് പറയുന്നത് നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന ചില കാർമിക് ഡെപ്റ്റുകൾ ഉണ്ടായിരിക്കാം. അപ്പോൾ ഇല്ലാത്ത ഒരാൾക്ക് നാം ദാനം കൊടുക്കുമ്പോൾ, കഷ്ടപ്പെടുന്ന ഒരാൾക്ക് ദാനം കൊടുക്കുമ്പോൾ, ഭക്ഷണം കഴിക്കാതെ നിൽക്കുന്ന ഒരാൾക്ക് നമ്മുടെ ഭക്ഷണത്തിൻ്റെ
ഭംഗി, അതിൻ്റെ സമൃദ്ധി ഒന്ന് കുറച്ചിട്ട് അവർക്ക് അത് കൊടുക്കുമ്പോൾ നിങ്ങൾ ഒരുപാട് തവണ വലിയ വലിയ നല്ല ഭക്ഷണങ്ങൾ കഴിക്കേണ്ട സന്ദർഭത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേരും, ഏത് കാര്യത്തിലായാലും. അപ്പോൾ നമ്മൾ ഒരു നല്ല സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി ഇല്ലാത്തവനെ, വിഷമിക്കുന്നവനെ കാരുണ്യപൂർവ്വം നാം ദാനം ചെയ്താലേ നാം അഭിവൃദ്ധിയുടെ പാതയിലേക്ക്, അതായത് പ്രോസ്പെരിറ്റിയിലേക്ക് കടന്നു വരുന്നത് കാണാം. അതായത് കഴിഞ്ഞ കാലഘട്ടങ്ങളുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് നാം ഇപ്പോഴായിരിക്കുന്നത് എന്ന് തിരിച്ചറിയണം. അതായത് അന്ന് മുന്നേ ചെയ്തതിൻ്റെ ഫലമാണ് ഇപ്പോൾ നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്, നല്ലതായാലും ചീത്തയായാലും. ഇപ്പോൾ നാം എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതാണ് ഭാവിയിലേക്ക് വരാൻ പോകുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ചെയ്യുന്നതൊക്കെ ഓരോ സീഡുകൾ ഇടുകയാണ്. നല്ല സീഡുകൾ മാത്രം ഇടാനായിട്ട് ശ്രമിക്കുക. തിന്മയുടെ, അവിശ്വാസത്തിൻ്റെ, വഞ്ചനയുടെ സീഡുകളൊക്കെ വിതയ്ക്കാതിരിക്കുക. നന്മയുടെ ഓരോ ദിവസവും, ഓരോ മണിക്കൂറിലും, ഓരോ മിനിറ്റിലും നാം ചെയ്യുന്ന കാര്യങ്ങളെ സെൽഫ് അനലൈസേഷൻ ചെയ്യുക. നാം ചിന്തിക്കുന്നത് ശരിയാണോ എന്ന് നാം സ്വയം ചോദിച്ചറിയുക. നാം പറയുന്ന കാര്യങ്ങൾ വ്യക്തമാണോ, അത് നല്ലതാണോ ചീത്തയാണോ എന്ന് നാം ചിന്തിക്കുക. മറ്റുള്ളവർക്ക് മുറിവേൽക്കുന്നതോ അല്ലെങ്കിൽ അത് അന്യായമായിട്ടുള്ളതോ ആണെന്ന് നമ്മൾ ഓർക്കുക. അതുപോലെ തന്നെ നാം പ്രവർത്തിക്കുന്നത്, നമ്മുടെ ആക്ഷൻ വളരെ പ്രധാനമാണ്. ആ ആക്ഷനിൽ നമ്മൾ ശ്രദ്ധിക്കുക, നല്ല ആക്ഷനുകൾ നമ്മിൽ നിന്നുണ്ടാകട്ടെ. കഴിഞ്ഞുപോയ കാലഘട്ടങ്ങൾ ഇപ്പോൾ പ്രതിനിധീകരിക്കുന്നത് പോലെ, ഇപ്പോൾ പ്രതിധ്വനിക്കുന്നത് പോലെ, ഇപ്പോൾ ചെയ്യുന്നത് വരാൻ പോകുന്ന ഭാവിയുടെ പ്രതിഫലനമാണെന്ന് തിരിച്ചറിയണം. അപ്പോൾ നമ്മൾ പ്രസൻറ്റിൽ ജീവിക്കുക. പ്രസൻറ്റിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു, പാസ്റ്റ് ഇസ് എ ഹിസ്റ്ററി. കഴിഞ്ഞു പോയതൊക്കെ കഴിഞ്ഞു. ഇനി അതിനെക്കുറിച്ച് വേവലാതിപ്പെട്ട് നമുക്ക് അങ്ങോട്ട് തിരിച്ചു പോകാൻ പറ്റില്ലല്ലോ. അവിടെ ചെന്ന് ആ സമയത്തേക്ക് തിരിച്ചു ചെന്ന് കൈവിട്ടുപോയ കാര്യങ്ങൾ നമുക്ക് വീണ്ടെടുക്കാനായിട്ട് സാധിക്കില്ലല്ലോ. പക്ഷേ ഈ നിമിഷത്തിൽ നാം ചെയ്തു തുടങ്ങേണ്ടുന്ന കാര്യങ്ങൾ, ചെയ്യേണ്ടുന്ന കാര്യങ്ങളെ വ്യക്തമാക്കാനും സത്യമാക്കാനും നന്മയുള്ളതാക്കാനും സ്നേഹത്തോടു കൂടിയുള്ളതാക്കാനും ശ്രമിക്കുക. അത് നിങ്ങളുടെ ഭാവിയെ ഭാസുരമാക്കാൻ, അതായത് ഉയർന്ന ഒരു ഭാവിക്ക്, സന്തോഷമുള്ള ഒരു ഭാവിക്ക്, സമ്പന്നതയുള്ള ഒരു ഭാവിക്ക്, സമാധാനമുള്ള ഒരു ഭാവിക്ക് അത് കാരണമാക്കാൻ നാം ഇപ്പോൾ ചെയ്യുന്ന പ്രവൃത്തിയാണ് എന്ന് വ്യക്തമായി തിരിച്ചറിഞ്ഞിരിക്കേണ്ടതാണ്. അതൊരു ഗിഫ്റ്റാണ്. പ്രസൻറ്റ് ഇസ് എ ഗിഫ്റ്റ്. അപ്പോൾ ഓർക്കുക, നാം ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും അതിൻ്റെ പ്രതിപ്രവർത്തനമുണ്ടാകുമെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കേണ്ടതാണ്. നന്മ ചെയ്താൽ നന്മയുടെ പല മടങ്ങുകളായിട്ട് നന്മകൾ നമുക്ക് വന്നു ചേരുന്നതും, തിന്മ ചെയ്യാൻ ശ്രമിച്ചാൽ അതും അപകടകരമായി മാറുമെന്നുള്ള കാര്യവും നമ്മൾ തിരിച്ചറിയണം. ഒക്കെ നല്ല വിത്തുകൾ കുഴിച്ചിടാനായിട്ട് ഉള്ള മനോഭാവം എല്ലാവർക്കും ഉണ്ടാകട്ടെ. തിന്മകൾ ചെയ്യുന്നത് നമുക്ക് തന്നെ, അല്ലെങ്കിൽ നമ്മുടെ പാരമ്പര്യങ്ങളിൽ, നമ്മുടെ വീട്ടിൽ പോലും അതിൻ്റെ ദോഷഫലങ്ങൾ, നമുക്ക് ഒരു വെളിച്ചമില്ലാതായി കഴിഞ്ഞാൽ വീടിൻ്റെ ഉള്ളിൽ പ്രകാശമില്ലാതെയാവും. അതുകൊണ്ട് ഓർക്കുക, നന്മകളിലേക്ക് കടക്കുക. ചെയ്തു പോയ തെറ്റിനെക്കുറിച്ച് വിഷമിച്ചിരിക്കുകയല്ല വേണ്ടത്. ദാറ്റ് ഈസ് എ ഹിസ്റ്ററി. ഇപ്പോൾ ചെയ്യുന്ന കാര്യത്തിൽ ഫോക്കസ് ചെയ്യുക. അത് നിങ്ങളുടെ ഭാവി മാറ്റിമറിക്കും. നന്മകൾ ചെയ്തു തുടങ്ങുക. കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ കർമ്മദോഷങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന നന്മയുടെ പ്രവൃത്തികൾ എലിമിനേറ്റ് ചെയ്യപ്പെടും. അത് മഞ്ഞ് പോലെ വരുന്നത് മല പോലെ വന്നത് മഞ്ഞ് പോലെയായി തീരും എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. അപ്പോൾ നമ്മൾ ചില നന്മകൾ അറിയാതെ പോലും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാലും നമ്മൾ ഒന്നും കൂടി ശ്രദ്ധിക്കുക, നന്മകൾ ചെയ്തുകൊണ്ടേയിരിക്കുക. ആ നന്മകൾ പണം വാരി കോരി കൊടുക്കുക, ഉള്ളതൊക്കെ കൊടുക്കുക എന്നല്ല അതിൻ്റെ അർത്ഥം. ആരാണ് ഡിസർവ് ചെയ്യണ അയാൾക്ക് പണത്തിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ അത് ആ പണം നമ്മൾ കൊടുക്കണം. അതുവരെ ഭക്ഷണം വാങ്ങി കൊടുക്കുക. അങ്ങനെ ചെറിയ എന്തൊക്കെയാണോ നമുക്ക് ഒരാൾക്ക് സാന്ത്വനം കൊടുക്കുക, ജനറോസിറ്റി ഉണ്ടായിരിക്കുക. അതായത് നമുക്ക് ചില ആളുടെ സങ്കടം പറയുമ്പോൾ ഒന്ന് കേൾക്കുക, അവർക്കൊരു സാന്ത്വനം കൊടുക്കുക, വിഷമിക്കണ്ട എന്ന് പറയുക. എല്ലാം ഈ പ്രകൃതി ബാലൻസ് ചെയ്തുകൊള്ളും. ഇപ്പോഴുള്ള അവസ്ഥ എന്നും നിലനിൽക്കുന്ന ഒരവസ്ഥയല്ലെങ്കിലും ഇത് കോൺസ്റ്റൻ്റ്ലി ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് അവരോട് പറഞ്ഞ് മനസ്സിലാക്കി അവരെ സമാധാനിപ്പിക്കണം.
എല്ലാവർക്കും നന്മയുള്ളൊരു ദിവസം, നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട്, നല്ലൊരു ഭാവി ആശംസിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമസ്തേ എൻ്റെ ഗുരുപാദങ്ങളിൽ സമർപ്പണം ചെയ്തുകൊണ്ട്. താങ്ക് യു.